സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി ലോകമെമ്പാടും വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിക്കായി നാം എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. പ്രതീക്ഷകളുടെ നക്ഷത്രങ്ങളും ലാളിത്യത്തിന്റെ പുൽക്കൂടും സ്നേഹം പങ്കിടലിന്റെ മധുരമുള്ള കേക്കുകളുമായി എങ്ങും നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന കുളിരേകുന്ന ഡിസംബർ കാലം. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ പുൽക്കൂട്ടിലെ മനുഷ്യാവതാരം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ സന്മനസ്സോടെ ജീവിക്കാൻ സാധിക്കണമെന്ന മഹത്വകരമായ സന്ദേശമാണ് ദൂതൻ ഇതിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. നമ്മുടെ മനസ്സിൽ നിന്ന് ദേഷ്യത്തിന്റെയും വെറുപ്പിന്റെയും പാറക്കല്ലുകൾ തകർത്തു കളയാൻ നമുക്ക് സാധിക്കണം. അമിതമായ ആഘോഷങ്ങൾക്കപ്പുറം ക്രിസ്തു നൽകിയ പാതയിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴുമാണ് നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥവത്തായി മാറുന്നത്. ലോകത്തിനു മുഴുവൻ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ആശംസകളുമായാണ് ക്രിസ്തു പിറന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കുമുള്ള സന്തോഷത്തിന്റെ ദിനമാണ്. ക്രിസ്മസ് മതസൗഹാർദ്ദത്തിന്റെ തിരുനാൾ കൂടിയാണ്. നാനാജാതി മതസ്ഥർ നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കൂടുകൾ ഉണ്ടാക്കിയും കരോൾ ഗാനങ്ങൾ പാടിയും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ മനുഷ്യവർഗം ഒന്നാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. സ്വാർത്ഥതയെ വെടിയുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നാം തയ്യാറാകുമ്പോഴാണ് ലോകത്തിന്റെ പ്രകാശമായി നാം മാറുന്നത്. ഈ ക്രിസ്തുമസിനെങ്കിലും നമ്മിൽ ക്രിസ്തു ജനിക്കുമോ? ചിന്തിക്കണം നാം ഓരോരുത്തരും. 1000 പുൽക്കൂട്ടിൽ 1000 ഉണ്ണികൾ പിറന്നാലും എന്റെ ചങ്ങിന് അവന് ഇടമില്ലെങ്കിൽ ഈ ക്രിസ്തുമസും വെറുതെയാണ്. പരസ്പരം സ്നേഹിക്കുവാനും അവരുടെ വേദനകൾ മനസ്സിലാക്കി അവനെ സഹായിക്കാൻ സാധിക്കുമ്പോഴുമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശു പിറക്കുന്നത്. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും പാഠങ്ങൾ തന്നിൽ നൽകിക്കൊണ്ട് പുൽക്കൂട്ടിലെ പരിമിതികൾക്കുള്ളിൽ ജനിച്ച ഉണ്ണിയേശുവിന്റെ മാതൃക നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. നന്ദി. ജയ് മിഷൻ.